സുജയ, നേരത്തെ തന്നെ ബൂം എക്സ്കവേറ്റർ ആ പ്രദേശത്തേക്ക് എത്തിച്ചു. അതിനൊരു ബെഡ് ഒരുക്കിക്കൊണ്ട് അത് നീങ്ങിപ്പോകാതിരിക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയതിന് ശേഷമാണ് ആ മണ്ണ് നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അല്പസമയം മുൻപ് മേഖലയിൽ സന്ദർശനം നടത്തിയതിന് ശേഷം നമ്മുടെ MLA-മാരായിട്ടുള്ള സച്ചിൻ ദേവും ഒപ്പം തന്നെ ലിൻഡോയും ഒക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ ആ പ്രദേശത്ത് പോയിട്ട് വന്നതാണല്ലോ, അപ്പം ഈ പുതിയ പ്രൊക്ലൈനർ നമ്മൾ അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. മണ്ണ് നീക്കം ആരംഭിച്ചിട്ടുണ്ടോ നിങ്ങൾ വരുന്ന ഘട്ടത്തിൽ? ഞങ്ങൾ രാവിലെ തന്നെ ഈ സംഭവം നടന്ന ആ സ്ഥലത്തേക്കാണ് പോയിട്ടുള്ളത്. ബൂം എക്സ്കവേറ്റർ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്, ബൂം ലെങ്ത് അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഉപകരണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വേഗതയിൽ ഇതിൻ്റെ മണ്ണുമാറ്റൽ നടപടി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളവിടെ എത്തിയപ്പോൾ ആ വാഹനം അവിടെ എത്തുകയും അത് ലോറിയിൽ നിന്ന് ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം ഒരു പ്രത്യേക ഭാഗം ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ കടയുണ്ടായിരുന്ന വാഹനം പാർക്ക് ചെയ്തു എന്ന് പറയപ്പെടുന്ന, അതായത് ഇവിടെ അന്വേഷണത്തിൻ്റെയൊക്കെ ഭാഗമായി നമ്മൾ എത്തിച്ചേർന്ന നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഭാഗത്തെ കൂടിക്കിടക്കുന്ന മണ്ണ് പരമാവധി നീക്കം ചെയ്ത് താഴേക്ക് പുഴയിലേക്ക് കൂടുതൽ വേഗതയിൽ ഈ യന്ത്രം ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യാൻ സച്ചിൻ പറഞ്ഞു വരുന്നത് കടയുടെ തൊട്ട് അരികിലേക്ക്, അതായത് കടയുടെ അല്പം മാറിയിട്ടാണ് ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. കൃത്യമായി മാർക്ക് ചെയ്തിട്ടുണ്ട്. കട ഉൾപ്പെടുന്ന ഒരു ഭാഗം, നേരത്തെ കടയുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ഭാഗം, ഇത് അവിടുത്തെ പോലീസ് മേധാവികൾ ഞങ്ങളോട് പങ്കുവച്ച കാര്യമാണ്. കടയുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ആ ഭാഗം, അതിനോട് ചേർന്നൊരു വലിയ മൺകൂന നേരത്തെ ഉണ്ടായിരുന്നു. ആ മൺകൂനയുടെ ഒരു വലിയ മുകൾ ഭാഗം കംപ്ലീറ്റ് നമ്മൾ ഇവർ അത് മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അത് മാറ്റി ഇനി താഴേക്കാണ് നമ്മൾ ഈ മണ്ണിനടിയിലേക്കുള്ള ആ മണ്ണും റോഡിൻ്റെ നിരപ്പിൽ ഇപ്പോൾ നിലവിൽ ക്ലീൻ ആക്കി മാറ്റി കഴിഞ്ഞു. അവിടെ നിന്ന് തൊട്ട് താഴേക്കുള്ള ഭാഗമാണ് ഇനിയിപ്പോൾ താഴേക്കുള്ള ഭാഗമാണ് എടുക്കാനുള്ളത്. അത് നീക്കോളം താഴ്ചയുണ്ടെന്നാണ് അവർ പറയുന്നത്. 60 അടിയോളം താഴ്ചയുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇത് വന്നു കഴിയുമ്പോൾ, ഈ ബൂം ലെങ്ത് വന്നു കഴിയുമ്പോൾ 60 അടി താഴ്ചയിൽ നിന്ന് മണ്ണ് എടുക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ എടുക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുണ്ട് എങ്കിൽ അതിനെ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ബൂം ലെങ്ത് കൊണ്ടുവന്നത് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ഇന്നലെ ഇപ്പം റഡാറിൻ്റെയും സോണാറിൻ്റെയും ഒക്കെ സിഗ്നൽ കിട്ടിയെന്ന് പറയുകയും അത് സംബന്ധിച്ചുള്ള തെരച്ചിൽ നടക്കുകയും ചെയ്തു. അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് അവിടുന്ന് കിട്ടിയിട്ടുണ്ട്? ഒരു മേഖല കേന്ദ്രീകരിച്ച് ഈ NDRF ഒക്കെ പരിശോധിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും സൂചനകൾ കിട്ടി? ഇന്നിപ്പോൾ ഞങ്ങൾ രാവിലെ വരുന്ന ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നത് ഇവരാണ് നേവിയും അതുപോലെ തന്നെ ആർമിയും പിന്നെ നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ടീമുമാണ് പരിശോധന നടത്തുന്നത്. അത് കേരള പോലീസും. അപ്പോൾ ഇവരുടെ ഈ പരിശോധന ഈ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗപ്പെടുത്തിയാണ് പരിശോധന നടത്തുന്നത്. അപ്പോൾ അവർ പൂർണ്ണമായിട്ടും പുഴയിൽ തന്നെയാണ് പരിശോധന നടത്തുന്നത്. അപ്പോൾ അവർക്ക് സംശയമുള്ള ഭാഗങ്ങൾ അവർ പരിശോധിച്ചു, മറ്റൊന്നും നിലവിൽ കിട്ടിയില്ല. പക്ഷേ ഈ സ്കൂബ പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല. നല്ല ശക്തമായ അടിയൊഴുക്കുള്ളത് കൊണ്ട് അവർക്ക് ഒന്ന് കലങ്ങിയിടാണ്, അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല. മറ്റൊന്ന്, നമ്മൾ ഏറ്റവും കൂടുതൽ സാധ്യത പറഞ്ഞ സ്ഥലത്താണ് ബൂം ലെങ്ത് ഇപ്പോൾ പരിശോധന നടത്താണ്ടി പോകുന്നത്. ഏറ്റവും കൂടുതൽ ഈ മെറ്റൽ ഡിറ്റക്ടറെയൊക്കെ ഉപയോഗപ്പെടുത്തി പരിശോധന നടത്തി, റഡാർ സംവിധാനത്തോടു കൂടിയൊക്കെ പരിശോധന നടത്തി ഏറ്റവും കൂടുതൽ സാധ്യത ഉണ്ടാകുമെന്ന് കരുതിയ സ്ഥലത്താണ് ഇപ്പോൾ പരിശോധന നടത്താൻ വേണ്ടി പോകുന്നത്. ഇന്നലെയൊക്കെ കാർവാർ MLA കാണുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, തുടക്കം മുതൽ ഞാൻ പറയുന്നുണ്ട് പുഴയുടെ ഓരത്ത് നോക്കണമെന്നുള്ളത്. പക്ഷേ നമ്മുടെയൊക്കെ പലരുടെ ഭാഗത്തു നിന്നും സമ്മർദ്ദം വന്നിട്ട് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതും ആ റോട്ടിലുണ്ടാകും എന്നുള്ള നിലയിലായിരുന്നു. പക്ഷേ ഇപ്പം അല്പം ഒരു പ്രതീക്ഷയ്ക്ക്, ഒന്നുമില്ലെങ്കിൽ ആ അർജുനെ കണ്ടെത്താം അല്ലെങ്കിൽ ആ ലോറി കണ്ടെത്താമെന്നുള്ളൊരു പ്രതീക്ഷയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. തീർച്ചയായും നമ്മൾ പ്രതീക്ഷയിൽ തന്നെയാണ്. 9 ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതിൻ്റേതായ ഒരു പ്രയാസം നമുക്ക് എല്ലാവർക്കും ഉണ്ട്, കേരളീയരെ സംബന്ധിച്ചുണ്ട്. നിങ്ങൾ മാധ്യമപ്രവർത്തകരെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വലിയ ഇടപെടൽ അത് തീർച്ചയായും നമുക്ക് വലിയ സഹായകരമാകുന്നുണ്ട്. നമുക്ക് വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ ക്യാമ്പ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇന്നലെ കളക്ടറുമായി സംസാരിച്ചു, അതോടൊപ്പം പോലീസ് മേധാവികളുമായി സംസാരിച്ചു. ഇവിടുത്തെ സ്ഥലം MLA ഇവിടെ വന്നിരുന്നു, അദ്ദേഹത്തിൻ്റെ ഇടപെടലുണ്ട്. അങ്ങനെ എല്ലാവരും ചേർന്ന സംവിധാനങ്ങൾ വളരെ കാര്യക്ഷമമായി ഫലപ്രദമായി ഇതിൻ്റെ പുറകിൽ നിൽക്കുന്നുണ്ട്. എങ്കിലും നമുക്ക് ചില കാലതാമസം ഉണ്ടായിട്ടുണ്ട്. അത് തീർച്ചയായും നമുക്ക് ഇല്ല എന്ന് പറയാൻ കഴിയില്ല. 9ാമത്തെ ദിവസമാണ്. ആ കുടുംബത്തോടെങ്കിലും നമുക്ക് ആ കാര്യം പറയേണ്ടി വരും. സ്വാഭാവികമായിട്ടും ഇത്ര ദിവസത്തെ ഒരു കാലതാമസം ഉണ്ടായിട്ടുണ്ട്. എന്തു തന്നെ ആണെങ്കിലും ഈ ഘട്ടത്തിലും ഉറച്ച പ്രതീക്ഷയിലാണ് നമ്മളെല്ലാം ഇവിടെ ഉള്ളത് എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പം ഇന്നലെ നമ്മൾ ചില നീക്കങ്ങൾ ഉണ്ടായിരുന്നല്ലോ, ഈ ആവശ്യമെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നെത്തിയ സന്നദ്ധ പ്രവർത്തകരെ അങ്ങോട്ടേക്ക് കടത്തിവിടാനുള്ള, അങ്ങനെ എന്തെങ്കിലും പിന്നീട് കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടോ? അങ്ങനെ ആരെങ്കിലും ഇപ്പം നമ്മൾ പ്രവേശിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ആവശ്യപ്പെടുക അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു? ഇന്നലെ നമ്മൾ കളക്ടറോട് ഈ കാര്യം ആവശ്യപ്പെട്ടിരുന്നു. അതിനുശേഷം ഒരു 25 പേരുടെ ലിസ്റ്റ് നമ്മൾ കൊടുക്കുകയും അത് അപ്രൂവ് ചെയ്യാനുള്ള സാധ്യത പരിശോധിക്കാമെന്ന് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനെതിരായിട്ട് അപ്രൂവൽ തന്നിട്ടില്ല. SOP പ്രകാരമുള്ള കാര്യങ്ങളുമായിട്ടാണ് ഇപ്പോഴും അവർ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ നേരത്തെ ഇന്നലെ വന്ന ഒരു വാർത്തയുണ്ടല്ലോ, മേജർ കൂടി വരുന്ന സ്ഥിതിക്ക് അദ്ദേഹത്തിൻ്റെ ടീം ഇന്ന് ഉച്ചയ്ക്ക് എത്തും. മെഷീനും മറ്റു കാര്യങ്ങളൊക്കെ നാളെ എത്തുള്ളൂ. ഫ്ലൈറ്റിൽ അതിൻ്റെ ബാറ്ററി സംവിധാനം കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ കുറച്ചുകൂടി കാര്യക്ഷമമായി കാര്യങ്ങൾ പോകുന്ന സാഹചര്യമുണ്ട്.
അപ്പോൾ അതുകൊണ്ട് ഇനിയൊരു സാധ്യത അത്തരം കാര്യത്തിൽ സാധ്യത കുറവാണ്. എങ്കിലും നമ്മളൊരു ഒന്നുകൂടി എന്താണ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഏതെങ്കിലും തരത്തിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ ഉൾപ്പെടുത്താൻ വേണ്ടി കഴിയുമെങ്കിൽ ചെയ്യണമെന്നുള്ള റിക്വസ്റ്റ് നമ്മൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ SOP പ്രകാരമുള്ള കാര്യങ്ങൾ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്.